ഇന്നൊരു യാത്ര പോയി. മലകളും പാടങ്ങളും കാടും ഗ്രാമങ്ങളും കരിമ്പനകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സഹ്യം തലയുയർത്തി നിൽക്കുന്ന പാലക്കാട്ടേക്ക്. പണ്ട് പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് വീട്ടുകാരുമൊത്ത് ഇങ്ങോട്ടേക്കൊരു യാത്ര പോകുന്നത്. അന്ന് ഈ മലകളോടും ഈ നാടിനോടും ഒക്കെ ഒരു ഫാസിനേഷൻ എനിക്ക് തോന്നിയിരുന്നു. ഒരു ഫസ്റ്റ് സൈറ്റ് ലവ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് പോകും തോറും ഒരു കടുത്ത പ്രണയം തോന്നി തുടങ്ങി. ഇപ്പോൾ പാലക്കാട്ടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അജ്ഞാത കാമുകനെ കാണാൻ പോകുന്ന പോലെയാണ്. ഈ വട്ടം നെല്ലിയാമ്പതിയിലേക്കായിരുന്നു യാത്ര. മല കയറുമ്പോൾ തന്നെ സ്വീകരിക്കാൻ ഒരു കാട്ടുപോത്ത്. കാർ അങ്ങോട്ട് ദൂരെ ഒതുക്കിയിട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാതെ വീഡിയോ എടുത്തത്. അവരെ ചൊടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തിയും നമ്മൾ മനുഷ്യരിൽ നിന്നുണ്ടാവരുത്. ഈ വർഷം തുടക്കത്തിൽ സോഷ്യൽ മീഡിയ സെൻസേഷനായ എക്സിസ്റ്റൻഷ്യൽ പെൻഗ്വിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. മൂപ്പറും കൂട്ടം തെറ്റി ഒരു കൂസലുമില്ലാതെയാണ് റോഡരികത്ത് മേയുന്നത്. അവിടുന്ന് നേരെ പോയത് സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിലേക്കാണ്. ഇവിടുന്ന് നോക്കിയാൽ ആ കൊല്ലങ്കോട്, നെന്മാറ, പാലക്കാട് ടൗണ്, ഒരുപാട് ഡാമുകൾ, പാടശേഖരങ്ങൾ ഒക്കെ കാണാം. സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിൻ്റെ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കൊച്ചു ഡാമും അതിൻ്റെ പരിസരത്തായിട്ട് ഒരു വനദുർഗാ ക്ഷേത്രവും കാണാം. ഡാമിൻ്റെ പരിസരത്ത് നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഒരു മ്ലാവ് പാവം ഞങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ അതങ്ങ് പേടിച്ചോടിപ്പോയി. ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായി ഡിസ്ട്രിക്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി പോരുന്ന ITL റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഉച്ചയൂണും തേടി വന്ന് എനിക്ക് കിട്ടിയത് ബിരിയാണി ആയിരുന്നു. 2 എഗ്ഗ് ബിരിയാണി ഞങ്ങൾ മേടിച്ചു. പ്രത്യേകിച്ച് സ്വാദോ എന്നാൽ മോശമൊന്നും പറയാൻ തോന്നാത്ത ഒരു പാവം ബിരിയാണി. ഫ്രഷ് ബിരിയാണി ആയിരുന്നു എന്ന് മാത്രം. ഉച്ചയ്ക്ക് ഈ ചൂടത്ത് നല്ല ഊണ് കഴിക്കാനാണ് എനിക്കിഷ്ടം. എന്തോ ഈ ബിരിയാണിയിൽ ഒതുക്കി അവിടെ നിന്ന് ഇറങ്ങി. 180 രൂപയായിരുന്നു ഒരു ബിരിയാണിക്ക്. പോകുന്ന വഴി ഒരു കാട്ടുപന്നിയെ കണ്ടു. ഒരു ടീനേജർ കാട്ടുപന്നി എന്ന് പറയാം. ടൂറിസ്റ്റുകാർ വന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞ് അവശിഷ്ടം തിരഞ്ഞു കഴിക്കുന്നു. വേറൊരിടത്ത് കുരങ്ങന്മാർ ഓടുന്ന കാറിലോട്ട് ചാടാൻ നോക്കുന്നു. കാറിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാവാം. അതുകൊണ്ടാണ് എല്ലായിടത്തും ഡു നോട്ട് ഫീഡ് വൈൽഡ് ആനിമൽസ് എന്ന ബോർഡ് വെച്ചിരിക്കുന്നത്. യാത്രയിൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സിംഹവാലൻ കുരങ്ങനെ കണ്ടു.